അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ രണ്ടും ചോദിക്കാം, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അറിയാം. കപ്പിലായി കൊള്ളാം. Let's start. Hi. Hi. First വീഡിയോ വ്ലോഗ് വീഡിയോ. കുറെ കാലമായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഞങ്ങൾ സമയപരിമിതി കാരണം ഞങ്ങൾക്ക് ചെയ്യാനുള്ള കുറച്ച് മടി കാരണം അറിയില്ലായ്മ കാരണം ഞങ്ങളിങ്ങനെ കുറച്ച് നീണ്ടുപോയി. ഫസ്റ്റ് വീഡിയോ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വേണം ഞങ്ങൾ ചെയ്യുക. ഞങ്ങളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ്. ഊട്ടിയിൽ അത്യാവശ്യം കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യുന്നു. ആദ്യമായിട്ടുള്ള ഊട്ടിയിലേക്ക്, പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഊട്ടിയിലിരുന്നേ. ഊട്ടി നമ്മൾ മസനഗുഡി പ്ലാൻ ചെയ്തു. അപ്പോൾ ഊട്ടി വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഊട്ടിയിലും കൂടി പോകാനുള്ള രീതിയിൽ ഊട്ടിയിൽ വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. തണുപ്പുണ്ട്. രാവിലെ 9 മണിക്കാണ് ഈ തണുപ്പ്. സാധാരണ എനിക്ക് തണുപ്പ് അധികം എഫക്ട് ചെയ്യാത്തതാണ്, പക്ഷെ ഇവിടെ വന്നപ്പോ തണുപ്പുണ്ട്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് Q&A ക്വസ്റ്റ്യൻ ആൻസർ. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടായിരുന്നു, ആസ്മി ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ സോർട്ട് ചെയ്തിട്ട് ഒരു 22 ക്വസ്റ്റ്യൻസ്, അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഷോർട്ട് ഫിലിംസ് എന്താ ഇടാത്തെ? ഞങ്ങളുടെ ഷോർട്ട് ഫിലിംസ് എന്താ ഇടാത്തെ? ആക്ച്വലി നമ്മുടെ ഷോർട്ട് ഫിലിംസ് കുട്ടി സ്റ്റോറീസിലല്ലാണ്ട് വേറെ കുറെ പേജസിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കുട്ടി സ്റ്റോറീസ് മാത്രം നോക്കി നിൽക്കുന്നോണ്ടായിരിക്കണം അധികം ആൾക്കാരും കാണാത്തത്. ഇപ്പോൾ അവനിയൊക്കെ പറഞ്ഞ ചാനലിൽ റിലീസ് ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫിലിംസ്. അതല്ലാണ്ട് ഞങ്ങളുടെ പല വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടി സ്റ്റോറീസ് ചെയ്ത പോലെ ഒരു മാസത്തിൽ 2-3 ഷോർട്ട് ഫിലിംസ് എന്നുള്ള രീതിയിൽ വരാറില്ല. മൈറ്റ് ബി ആ ഒരു റഷ് കിട്ടാത്തതുകൊണ്ടായിരിക്കണം ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, ഞങ്ങൾ എവിടെയും പോയില്ല. ഈ പരിപാടികൾ കിട്ടൊന്നും ഞങ്ങൾക്ക് ഇല്ല. കാരണം ഞങ്ങളുടെ പാഷൻ പ്രൊഫഷൻ ഇതൊക്കെ ഡിറക്ഷൻ, ആക്ടിങ്, റൈറ്റിംഗ് എന്നുള്ള ഒരു ഏരിയ തന്നെ ഞങ്ങൾ 2 പേര് നിൽക്കണേ. അപ്പൊ ഈ ഒരു സ്ഥലം വിട്ട് ഞങ്ങൾ എവിടെയും പോകുന്നില്ല. വർക്ക്സ് കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനെ കുറിച്ച് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് അത്രേ ഉള്ളൂ. നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണോ? ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ വ്ലോഗ് ചെയ്യണം തീരുമാനിക്കാനുള്ള റീസൺ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഷോർട്ട് ഫിലിംസ് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്റർടൈനിങ് ടൈമിംഗ് ആയിരിക്കും. അപ്പൊ ആ ഒരു സാധനം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ മെയിനായിട്ട് ഞങ്ങൾ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഞങ്ങളെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത് അറിയുന്നത് കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ട്. ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഇനി ഒരു 2 മന്ത്, ഇത് 11th മന്താണ്. അപ്പം ഫെബ്രുവരി 4th 2024 കല്യാണം കഴിഞ്ഞത്. 2023 ജൂലൈ 28 എൻഗേജ്മെന്റ് കഴിഞ്ഞത്. 2023 ഏപ്രിൽ 30 തോന്നുന്നു പെണ്ണ് കാണുന്നത്. ഫൈൻ. അപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ഇനി കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. വ്ലോഗ്സ് നിങ്ങളുടെ പ്രോത്സാഹനത്തിനനുസരിച്ച് ഞങ്ങൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രോത്സാഹനം കുറയുന്നതിനനുസരിച്ച് ഞങ്ങളുടെ വീഡിയോസ് കുറയുന്നു. പ്രോത്സാഹനം കുറയില്ലാന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചേട്ടൻ ഇനി എപ്പോഴാണ് ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത്? ഷോർട്ട് ഫിലിംസും വെബ് സീരീസും തിയേറ്റർ ഫിലിംസും എല്ലാ പ്രൊജക്ട്സും ഓൺ ഗോയിങ് ഡിസ്കഷനിലുണ്ട്. എല്ലാ കാര്യങ്ങളും തീർച്ചയായും വരും. പക്ഷെ നമുക്ക് ആ ഡേറ്റ് പറയാനുള്ളത് ഒരു ബുദ്ധിമുട്ട്. ഇപ്പം ഡിറക്ഷൻ ഇപ്പം അടുത്ത് നടക്കാറുണ്ട്, പക്ഷെ അതിൻ്റെയൊക്കെ റിലീസ് ഞങ്ങൾക്ക് അധികം പ്ലാൻഡ് അല്ല. പിന്നെ ഓൾറെഡി ഡയറക്ട് ചെയ്ത് വെച്ച കണ്ടന്റ്സ്, ഇപ്പം ലാസ്റ്റ് ചിരിയന്നെ എന്ന് പറഞ്ഞൊരു സോങ് മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്ത് ലാസ്റ്റ് ശനിയാഴ്ച അപ്പം അത് മ്യൂസിക്കൽ ആൽബമാണ്. അതല്ലാണ്ടുള്ള ഷോർട്ട് ഫിലിംസ് ഡയറക്ട് ചെയ്ത് വെച്ചതുണ്ട്, അല്ലാത്തതും പ്ലാൻഡ് ഉണ്ട്. എന്തായാലും ഇത് വിട്ട് ഞാൻ പോവില്ല. അത് എന്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും വിട്ട് ഞാൻ പോവില്ല. എന്തായാലും വന്നോളൂ. എനിക്ക് കോൾഡാണ്, അതുകൊണ്ടാണ് സൗണ്ട് ഒക്കെ ഇങ്ങനെ ഇരിക്കണേ. നമുക്ക് തീരെ തണുപ്പ് പറ്റില്ല. ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് മണാലി നമുക്ക് ബൈക്ക് റൈഡ് പോകണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ബുള്ളറ്റിൽ പോയ സമയത്തിനോട് പറഞ്ഞു ഞാൻ ബൈക്കിലില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അത്രയും പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇപ്പം ആള് യൂസ്ഡ് ആയി. ഇപ്പം സാധാരണ വണ്ടി കയറി അപ്പൊ തന്നെ ഉറങ്ങുന്ന ആളാണ്.
ഊട്ടിയിലേക്ക് വരുന്ന സമയത്തൊന്നും അധികം ടയർഡായില്ല, ഉറങ്ങിയില്ല. നല്ല ബോൾഡായിട്ടും പോകണം എന്നുള്ള വാശിപ്പുറത്ത് ഇറങ്ങി വന്ന് നമ്മൾ ചെറിയ ചെറിയ ട്രിപ്സ് എങ്ങനെ പ്ലാൻ ചെയ്ത് വലുതാക്കണം. അപ്പല്ലേ അത് ആസ്വദിക്കാൻ പറ്റുക. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? ഹായ്, വീട്ടിൽ നല്ല പോലെയല്ലേ കഴിയുന്നത്? അമ്മായിയമ്മ പോലൊന്നും ഇല്ലല്ലോ. അമ്മയ്ക്ക് ഒരു നല്ല ഭയങ്കര വിശേഷമുണ്ടോ? വിശേഷമുണ്ടോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വലിയ ഇഷ്ടമാണല്ലേ. ആ, വലിയ ഇഷ്ടം. അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമല്ലേ? കൃഷി ഒരു തള്ള. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ കുടുംബമാണെന്ന് ഞാൻ പറയും. നമ്മൾ പറയും അത് രണ്ടച്ഛൻ, രണ്ടമ്മ, ഒരനിയൻ അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബവും ഞങ്ങൾക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഭയങ്കര നല്ല കുറെ ഫ്രണ്ട്സും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഇത്രേ ഉള്ളൂ നമ്മുടെ ഫാമിലി. കാരണം എനിക്ക് കിട്ടിയതില് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെ അമ്മായിയമ്മ പോരൊന്നും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഫീൽ ചെയ്തത് അമ്മു ഫസ്റ്റ് വന്ന സമയത്ത് കുറച്ച് സ്ട്രഗിളിങ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസൺ അമ്മായിയമ്മ ഇല്ലായിരുന്നു, അവിടെ അമ്മയായിരുന്നു. അപ്പൊ ഒരു പുറത്തുനിന്ന് വന്ന് ഈ ഒരു പെൺകുട്ടിയല്ലേ, അവരെ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യണമല്ലോ, വേറൊരു പെൺകുട്ടിയല്ലേ എന്നൊരു ചിന്ത അമ്മേന്റെ സൈഡിൽ ഉണ്ടായില്ല. അമ്മേന്റെ സൈഡിൽ നിന്ന് ആരുടെ സൈഡിൽ ഉണ്ടായില്ല, അനിയന്റെ സൈഡിൽ നിന്നില്ല, അച്ഛന്റെ സൈഡിൽ നിന്നില്ല, തിരിച്ച് അമ്മീസിന്റെ സൈഡിൽ തന്നെ എനിക്കും ഉണ്ടായില്ല. ഞങ്ങളുടെ അച്ഛനമ്മ ആയതുകൊണ്ട് തന്നെ വഴക്ക് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ മൂത്തോക്ക് വഴക്ക് പറയും, സ്നേഹിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് മുത്തപ്പുറത്ത് സ്നേഹിക്കും. അപ്പൊ സ്റ്റാർട്ടിങ് വന്ന സമയത്ത് ആ ഒരു അറ്റാച്ച്മെന്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, അതാണ് ഉണ്ടായത്. നേരെ ഉൾട്ടയാണ് ഉണ്ടായത്. സ്നേഹം കൂടിയത് കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായത്. പക്ഷെ അത് ഭയങ്കര രസമുള്ള, ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായി ഞങ്ങളുടെ ഫാമിലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാരണമായിട്ട് മാറിയത്. പിന്നെ അത് വിശേഷം ഉണ്ടോ? വിശേഷമുണ്ടോ? വിശേഷം നല്ല വിശേഷങ്ങളല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. ഓക്കെ, അത് മുന്നേ ഞാനേതോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഉത്തരം വന്നിട്ടുള്ളത് തോന്നുന്നു. പ്രഗ്നന്റ് ആണോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ പ്രഗ്നന്റ് അല്ല. അത് ഫുഡ് കഴിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എന്റെ വയറാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എടുപ്പിച്ചോ നമ്മൾ തീരെ ഫുഡ് ഇല്ലായിരുന്നു. നമ്മൾ കുറച്ച് ഫാസ്റ്റ് ഫുഡ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ബർഗേഴ്സ്, പിസ്സ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഞാൻ ഈ തട്ടുകള, ബിരിയാണി, മന്തി അങ്ങനെയുള്ള സാധനങ്ങളിലേക്കെല്ലാം കൊണ്ടുപോയത് ഞാൻ. ഏത് ബർഗറോ? ആ, അങ്ങനത്തെ ഫുഡ്സ് ആണെങ്കിലും മനുഷ്യ വകയിൽ കിട്ടിയാ കഴിക്കുന്നുള്ളൊരു മൂടാ. പക്ഷെ ഫുഡി അല്ല, തീരെ ആയിരുന്നില്ല. ഇപ്പോ ഒരു 10 മാസമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് 3 നേരം ഭക്ഷണം കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. വളർത്തിയെടുത്ത് ഇപ്പൊ നോക്കുമ്പോ എനിക്ക് കണ്ട സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യണം, പുതിയ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യണം. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കുട്ടിയിലേക്ക് വരുന്ന സമയത്ത്, കുറച്ച് ഫോറസ്റ്റ് ഏരിയ വരുന്ന സമയത്ത്, ഒരു അങ്ങനത്തെ ആംബിയൻസ് ഒക്കെ കാണുമ്പോൾ അല്ലെ, തണുപ്പ് കൂടുന്ന സമയത്തല്ലോ, കാടുണ്ടല്ലേ, മരം ഉണ്ടല്ലേ, തണുപ്പുണ്ടല്ലേ, ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നോക്കുന്ന അവിടെ എന്താ ഫുഡ്, ആ കടയിൽ നമ്മൾ കഴിക്കാതെ എന്തുകൊണ്ട് ഇന്നലെ കഴിച്ച സാധനത്തിന് വരുന്ന തൊങ്കോ നൊങ്ക്. ഞാൻ ആദ്യമായിട്ട് അത് ആ പേര് കേൾക്കുന്നത്. ഞാൻ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടൊന്നുമില്ല. ഒരു കറുത്ത മറ്റേ തേങ്ങ പോലെ ഇരിക്കുന്ന സാധനം റൗണ്ടില്, അത് നൊങ്ക് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എങ്ങനെ പറയുന്നതെന്ന് അറിയാൻ പാടില്ല. ഞാൻ നൊങ്ക് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം എന്റെ സ്വിച്ച കൊണ്ടുവന്നിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവർ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് അത്യാവശ്യം നല്ല പരാജയമായിരുന്നു. പക്ഷെ മുഴുവൻ കഴിച്ചു തീർത്തു, കാണില്ല. അടുത്ത ക്വസ്റ്റ്യൻ. How is Rahul bro before കല്യാണം and after കല്യാണം? ഞാൻ ചോദിക്കണ്ടോ? കണക്കുണ്ട് കേട്ടാ. ബിഫോർ കല്യാണം ഞാൻ കണ്ടതിൽ വെച്ച് നല്ല ചെക്കനായിരുന്നു. ആഫ്റ്റർ കല്യാണം ഞാൻ കണ്ടതിൽ വെച്ച് നല്ല ചെക്കനാണ്. അത്ര നല്ലതല്ല, നല്ലത്, കുഴപ്പമില്ല. നമ്മളെ അടുത്തറിയുന്നതിന് നമ്മളുടെ വൾഗാരിറ്റീസ്, നെഗറ്റീവ്സ്, എനിക്ക് തോന്നുന്നു ഒരു പാർട്ട്നേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് ആണ്. നമ്മുടെ റിയൽ ഫേസിൽ നമ്മൾ ഒരു തരത്തിൽ ഫേക്ക് ചെയ്യണ്ട, അല്ലെങ്കിൽ ഫേക്ക് ചെയ്യാന്നില്ല, പക്ഷെ നമ്മള് കുറച്ചൊരു സോഷ്യൽ ബീങ് ആകുന്ന സമയത്ത് പുറത്ത് കാണിക്കുന്ന ഒരു മാന്യത മര്യാദ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാണ്ട് നമ്മളെ ഓപ്പണായി ഫ്രാങ്ക് ആയി നമ്മളെ കാണുന്ന ഒരാൾ നമ്മുടെ പാർട്ട്ണറാണ്. നമ്മുടെ എല്ലാ വൾഗാരിറ്റീസും എല്ലാ വൾണറബിൾ ആക്ടിവിറ്റീസ് ഒക്കെ കാണുന്ന നമ്മുടെ പാർട്ട്ണറാണ്. അപ്പൊ ആദ്യം കണ്ടൊരു മാറി ആദ്യം നമ്മളത് ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ അധികം എനിക്ക് പരിചയപ്പെടാനോ അധികം മിങ്കിളാകാനോ എന്നുള്ളൊരു ചാൻസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞു. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണല്ലോ കൂടുതൽ അടുത്തറിയുന്നത്. അപ്പം അവരുടെ ഓരോ നെഗറ്റീവ്സും പോസിറ്റീവ്സും അന്നേരമല്ലേ നമ്മൾ അറിയുന്നേ. അപ്പോൾ രണ്ട് കണ്ടതിൽ വെച്ച് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സൂപ്പർ. അതാണല്ലോ വേണ്ടത്.
ചേച്ചിയുടെ കുരുത്തക്കാട് എന്തൊക്കെയാ? ഒയ്യോ, വിശേഷമൊന്നുമില്ല എന്നുള്ള ചോദ്യത്തിൽ തുടങ്ങാം. ഞങ്ങളുടെ അടുത്ത് കുറെ ആൾക്കാർ വിശേഷമില്ല, പ്രഗ്നന്റ് ആണോ, നോക്കിക്കൂടെ, ടൈമായില്ലേ. അതും അത്യാവശ്യം സെലിബ്രിറ്റി മാരേജസ് ഒക്കെ ആ സമയത്ത് നടന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കുറെ ആൾക്കാരൊക്കെ മാരേജ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നന്റ് ആയിരുന്ന ദിവസമൊക്കെ വന്നപ്പോൾ ഞങ്ങളോട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ഫാമിലി, നാട്ടുകാരൊക്കെ ചോദിക്കുന്നത്, ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളെ ഫാൻസ്, ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ്, ഇവരൊക്കെ ഞങ്ങളോട് ചോദിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഇതൊന്നും വളർന്ന് വലുതായിട്ട് വേണം ഒരു കൊച്ചൊക്കെ എന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല, ഇവരൊക്കെ എന്തൊക്കെയാ പറയുന്നത്. ഇല്ല, പ്രശ്നമൊന്നുമില്ല. അതായത് ഇപ്പൊ നേരെ തിരിച്ച്, അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ അമ്മ കുട്ടികളിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി മെച്ചുവറാകും, 10-14 വയസ്സായില്ലേ, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇപ്പോ അമ്മ മെച്ചുവറായി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അമ്മുവിനെ കുട്ടികളിൽ തന്നെ നമ്മൾ കാണണം. ഈ പറയുന്ന ചാടി അവിടെ പോയി വള്ളി പിടിച്ച് ഞാൻ മെച്ചൂർഡ് ആയിട്ട് നിൽക്കും, എല്ലാവരുടെ അടുത്തും അങ്ങനെ ഇങ്ങനെ അങ്ങനെയാന്ന് പറഞ്ഞിട്ട്. നീ ഇങ്ങനെ എന്താ പറ്റി, എല്ലാവരും എന്താ പറ്റി, ഞാൻ ചെയ്യാനും അതും പറ്റില്ല ഇതും പറ്റില്ല. പിന്നെ അയ്യോ, അത് പറ്റില്ലെന്ന് അറിയുന്നില്ല. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്റെ നെഗറ്റീവ്സ് കണ്ട പോലെ അമ്മ ഫസ്റ്റ് ഭയങ്കര മെച്ചൂർഡായി ഒരു ഡ്രീമിനെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു പോയിന്റിൽ ഈ പറയുന്ന നെഗറ്റീവ്സ് എന്നല്ല, പക്ഷെ നമ്മൾ കണ്ടില്ലാത്ത കുറെ ആക്ടിവിറ്റീസ് ഒക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ആള്, അതല്ലായിരുന്നു ആള് എന്നൊരു ചിന്ത വരും. പിന്നെ ആ ഒരു ടൈം എല്ലാ ആൾക്കാർക്കും മെയിൻ ആയിട്ട് അറേഞ്ച്ഡ് മാരേജ് ഉള്ളവർക്ക് ഉണ്ടാവും തോന്നും. അത് കഴിഞ്ഞൊരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെയാണ് ഇതിനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. പിന്നെ അവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും നോ മാറ്റർ, അത് ആരൊക്കെ ചുറ്റുമുള്ള ആൾക്കാർ എന്തൊക്കെ നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്താലും എന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്താൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ റിയലൈസിങ് സമയത്ത് നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇങ്ങനെയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലേ എന്നുള്ളത്. അപ്പൊ കുട്ടിക്കളി അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഈ കുട്ടിക്കളി അവൾ അമ്മയായാലും അമ്മൂമ്മയായാലും ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. മെച്ചുവറായിട്ട് ഞാനുണ്ട്, വെറുതെ രണ്ടാളും ഓവർ മെച്ചുവറായിട്ട് നമ്മൾ ചർച്ചക്കല്ലല്ലോ നമ്മൾ കുടുംബജീവിതമുള്ളൂ. മാരേജിന് ശേഷം പോയ സ്ഥലങ്ങൾ, ഇത് എനിക്കായിട്ട് ഇട്ട് തന്നാണ്. ഈ മാരേജിന് ശേഷം പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? റൈറ്റ് നൗ യു കെൻ ടെൽ. റീസൺ നമ്മൾ അധിക സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല ഗൈസ്. മെയിൻ ആയിട്ട് ഒന്ന്, ഞങ്ങളുടെ വീക്ക് കുറച്ചധികം പ്രഷറിലും ഹെക്ടിക്കിലും ഒക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. പിന്നെ ചെറിയ ട്രാവലിംഗ് ഒക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ചെറിയ 1 day 2 day ട്രാവലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും ഞാൻ ഫോക്കസ് ചെയ്തില്ല മെയിനായിട്ട്. കാരണം ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം ചെറിയ യാത്രകളെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പം അതെന്താ വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ഇപ്പോഴാണ് ഞങ്ങൾ കിട്ടുന്ന മൊമെന്റ്സ്, കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ ആസ്വദിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നത്. പോയത് ഇപ്പം അട്ടമല, വയനാട്, പിന്നെ എറണാകുളത്ത് വയനാട് നമ്മൾ 2-3 പ്രാവശ്യം 3-4-5 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ ചെറിയ സ്ഥലം നമ്മൾ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, മൈസൂര്, അങ്ങനെ ഞങ്ങളുടെ ലൊക്കാലിറ്റി അനുസരിച്ച് ട്രിവാൻഡ്രം പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആംബിയൻസിൽ ഞങ്ങൾ കൂടുതൽ പോയത്. ആസ്വദിക്കുന്ന ചോദിച്ചാൽ സിനിമ കാണാൻ പോയും ഈ പറയുന്ന ഓരോ ദിവസവും ഔട്ടിങ്ങിന് പോയി, ഇതൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലവും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് ട്രാവൽ ചെയ്താൽ മാത്രമേ ആസ്വാദനം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല, ഞങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രാവൽ ചെയ്യാൻ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ എന്റെ കുറച്ച് മിസ്കമ്മ്യൂണിക്കേഷൻസ് കാരണം പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്ത് അത്യാവശ്യം ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഇനി ട്രാവൽ ഉണ്ടാവും, മനസ്സിലാക്കാൻ ടൈം തരൂ. നെക്സ്റ്റ് ഞാൻ തന്നെ അറിയാമല്ലേ, ADS, who is your favorite couple? എന്റെ ഫേവറേറ്റ് കപ്പിൾ നമ്മൾ തന്നെ. പിന്നെ എന്റെ സുനിച്ചനും അമ്മീസും, അച്ഛനും അമ്മയും. അച്ഛനും അമ്മേനും സുനിച്ചനും അമ്മീസിനെ കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ടായിരിക്കണം ഞങ്ങൾ ഇത്രയും നല്ല കപ്പിൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും നല്ല ഫാമിലി ഞങ്ങൾ വിശ്വസിച്ചു. സീരിയസ്ലി നമ്മൾ കണ്ട് പഠിക്കേണ്ട 2 ടൈപ്പ് ഓഫ് ടീമാണ്. ഒന്ന് കുറച്ച് കുഞ്ഞാണ്, എന്റെ അച്ഛനമ്മയും കുറച്ച് ഏജ് കുറവാണ്. ഇത് കുറച്ച് ഏജ് ഉണ്ടെങ്കിലും നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ 2 ഫാമിലീസും 2 രീതിയിലുണ്ട്. കാരണം ഒരു ഫാമിലി ഭയങ്കര ചെല്ല. നമ്മുടെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്താണെങ്കിലും അമ്മേന്റെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിന്റെ മുകളിൽ ഞങ്ങൾ സംസാരിക്കുക. പോയിട്ട് അമ്മീസിന്റെ അടുത്തൊക്കെ പറയാത്ത പിണക്കുണ്ടാവില്ല, ആ രീതിയിൽ സംസാരിക്കും. നേരെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മേന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചില്ലാണ്, ഞങ്ങൾ ട്രിപ്പ്, ഞങ്ങൾ ഫ്രണ്ട്സ് മൂടാ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഒരു റെസ്പെക്റ്റിന്റെ ഒരു ബാരിയർ അവിടെ നിൽക്കും. നമ്മളവര് വരുന്ന സമയത്ത് ഒരു ഉള്ളിനുള്ളിൽ ആ ഒരു സാധനം എപ്പോഴും ജനറേറ്റ് ആവും. ഇപ്പൊ 2 ടൈപ്പ് ഓഫ് ലിവിങ്ങില് അച്ഛനമ്മയായിട്ട് ദ ബെസ്റ്റ് എങ്ങനെ ജീവിക്കാന്ന് അവർ നമുക്ക് കാണിച്ചത്. ആക്ച്വലി നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് എന്തൊക്കെ എടുക്കണം അവിടെ നിന്ന് എന്തൊക്കെ എടുക്കണം എന്ന് വെച്ചിട്ട് നമ്മളിപ്പോ പോലെ ആ അടുത്തില് ഇപ്പം ചോദിച്ച ചോദ്യം പോലെ മെച്ചറാണ് പിന്നെ പറയുന്ന കുട്ടികളി.
അവളുടെ വേർഷൻ ഓഫ് ഫാമിലി ലിവിങ്ങിൽ ദ ബെസ്റ്റ് അവൾ വന്ന് നിൽക്കുന്നത്, എന്റെ വേർഷൻ ഓഫ് ഫാമിലി ലിവിങ്ങിൽ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കോംബോ വർക്കാറിനെ. അപ്പം എൻഡ് ഓഫ് ദ ഡേ ഈ 3 കപ്പിൾസ് ആണ് ഞങ്ങളുടെ ദ ബെസ്റ്റ് കപ്പിൾസ്. ചേട്ടൻ ചേച്ചിക്ക് ഉണ്ടാക്കി തരുന്ന ഫുഡാ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാസ്. ചേട്ടൻ ഫുഡ് ഉണ്ടാക്കാൻ കുറച്ച് ബാക്കോട്ടാണ്, പക്ഷെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അത്യാവശ്യം മെനക്കെട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. എനിക്ക് കൈപ്പുണ്ണില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള മാറ്റർ. ഞാൻ ചെയ്ത് ശീലമില്ലാത്തോണ്ടാണ്. എനിക്കൊന്ന് കൈപ്പുണ്ണ് ഉണ്ടായിട്ടുണ്ട്, എനിക്ക് കുക്കിംഗ് അല്ല പറയാൻ പാടില്ല. അത് ഞാൻ എതിർക്കുന്നു. ഞങ്ങൾ ഫൈറ്റ് ആവുന്നു, ഞങ്ങൾ ടീറ്റി ഉണ്ടാക്കണം. അല്ല, അവൾക്ക് അത്യാവശ്യം നല്ല കൈപ്പുണ്ണ്, അവൾ അങ്ങനെ ഉണ്ടാക്കി പഠിച്ചൊന്നുമല്ല. പക്ഷെ ഓരോ തവണ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ വേരിയേഷൻസ് നോക്കി ഉപ്പ് കുറവാണോ മുളക് കൂടുതലാണോ എന്നൊക്കെ നോക്കി അവർക്ക് ബെറ്റർ ചെയ്യാൻ വേണ്ടി ഭയങ്കരമായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇട്ട കണക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു. അനിയനും ഇവളുമാണ് ഫാമിലിയിൽ ദ ബെസ്റ്റ് കുക്ക്. ഇവര് രണ്ടുപേരും നല്ല രീതിയിൽ കുക്ക് ചെയ്യും. ഞാൻ ഭയങ്കര വേസ്റ്റ് കുക്കാണ്. എനിക്ക് ആകെ ഞാൻ ഈ പണ്ട് റെസ്ലിംഗ് ചെയ്തിട്ടുണ്ടായി, ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്പൈസി അല്ലാത്ത കുറച്ച് ഫുഡ് മാത്രമേ എനിക്കറിയുള്ളൂ. ബുൾസൈ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങാൻ കൂടി അങ്ങനത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, പയറ് കടല മുളപ്പിക്കാൻ, ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ എനിക്കറിയൂ. അപ്പൊ അത് ഒരു ഫുഡ് മുടക്കല്ല, പക്ഷെ ബുൾസൈ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. തക്കാളി ചോറുണ്ടാക്കും. അത് ബാംഗ്ലൂരിൽ കിടന്നത് കൊണ്ട്, ബാംഗ്ലൂരിൽ ഒരു 2-3 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പട്ടിണി കിടന്ന് ചാവാതിരിക്കാൻ വേണ്ടി പഠിച്ചൊരു കാര്യമാണ് തക്കാളി ചോറ് മുട്ടാറും. അത് വെച്ചിട്ടാണ് ഞാൻ 3 വർഷം പിടിച്ചിരുന്നത്. അപ്പൊ അത് ഉണ്ടായിരുന്നു. ഇഷ്ടമാണ്. അപ്പൊ പറയത്തില്ലല്ലോ. ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നുണ്ട് ഉടനെ. ഇന്റർനാഷണൽ ട്രിപ്പ് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളെ ട്രിപ്പ് കാര്യങ്ങൾ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. ആക്ച്വലി യാത്രകൾ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. അപ്പം ഇന്റർനാഷണൽ ട്രിപ്സ് ഒക്കെ ഉണ്ടാവും പ്ലാൻഡ്. പക്ഷെ ഈ പറയുന്ന വർക്കിന്റെ കുറച്ച് വർക്കാണ് മെയിൻ. വർക്ക് ഫാമിലി ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് മെയിൻ. ഇത് രണ്ടും കൂടി ഒന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് കിട്ടിയതിന് ശേഷം ഓഫ്കോഴ്സ് പോലെ വയ്യല്ലേ. ഒരു ഫൈറ്റ് ഉണ്ടായാൽ അത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? നല്ല ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇത് നമ്മള് ഇൻസ്റ്റഗ്രാമിലടക്കം നമ്മളൊരു കപ്പിൾ വീഡിയോസ് എടുത്ത സമയത്ത് കുറെ കമന്റ്സ് വരുന്നത് അഭിനയിച്ചതാണെന്ന് ശരിക്കും മനസ്സിലാവുന്നു, നിങ്ങൾ അഭിനയിക്കുന്നതാണ്, ഇതൊന്നും ഒറിജിനൽ അല്ല, അവരെല്ലാം വീഡിയോസിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള സാധനം. അതില് നമ്മള് ചെയ്യുന്നതിൽ ഒരു പാർട്ട് മാത്രമേ നിങ്ങൾ കാണൂ. നമ്മൾ അടിയും, നമ്മൾ അടിച്ച് മരിക്കും. അടിച്ച് മരിച്ച് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയാ എക്സ്ട്രീം ലെവൽ ഫൈറ്റ് വരും. എക്സ്ട്രീം ലെവൽ ഫൈറ്റ് വരും. നമ്മൾ നല്ല രീതിക്ക് അടി ഉണ്ടാക്കും. നമ്മളും അടിച്ചു മരിച്ച് പിറ്റേ ദിവസം ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അവൻ വന്ന് സംസാരിക്കും, അല്ലെങ്കിൽ അവള് വന്ന് സംസാരിക്കും. ആർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ അവര് വന്നിട്ട് സോറി പറയും. ആ രീതിയിലുണ്ട്. അതാണ് നമ്മളെ ഫൈറ്റ്. സീരിയസ് നമ്മൾ നല്ലോണം അടി ചെയ്യും. എനിക്ക് മടിയൊന്നുമില്ല. അയ്യോ മടിക്കേണ്ട കാര്യമില്ല. ഒരു ഫാമിലിയിൽ ഫൈറ്റ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ എറേഴ്സ് ഉണ്ടാവും, ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. അത് ഉണ്ടായി അത് സോർട്ടഡ് ആകുമ്പോൾ എനിക്കിപ്പം ബെറ്റർ ഫീൽ ചെയ്യുന്നതിന് ഫൈറ്റ് റീസണാണ്. ഫൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും കുറെ കാര്യങ്ങൾ പരസ്പരം അറിയില്ല. ഫൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എന്തൊക്കെ അടി കഴിഞ്ഞാലും ഇട്ടിട്ട് പോകില്ല പറയും. അത് എന്തടി കഴിഞ്ഞാലും അടിച്ചും മരിച്ചാലും പിറ്റേന്ന് രാവിലെ ഒരാൾ മയ്യത്തായി പോയാലും ഒരാൾ ഇട്ടിട്ട് മറ്റൊരാൾ പോവില്ല. ആ സമയത്ത് സംസാരിക്കുന്ന ആ സമയത്ത് ചെയ്യുന്ന ആക്ടിവിറ്റീസ് മാത്രമേ ഉണ്ടാവും. കൊറേ മുന്നേ ആയിരുന്നു നമ്മള് അടി ചെയ്ത് തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എങ്ങനെ സോർട്ടാന്ന് അറിയില്ല. ഇപ്പൊ നമുക്ക് മനസ്സിലായി എവിടെ നിന്ന് അടി തുടങ്ങുന്നു, എവിടെ നിർത്തണം നമുക്കറിയാം. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ പോയില്ലെങ്കിൽ ഏട്ടൻ വരും, ഏട്ടൻ വന്നിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകും. രണ്ടാൾക്കാരും എഫേർട്ട്. പിന്നെ ഒരു പോയിന്റ് ഇപ്പൊ വന്നിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് സംസാരിക്കാത്തൊരു പോയിന്റ്, അതായത് ഇതൊക്കെയാണ് അതൊക്കെയാണ് സംസാരിക്കണ്ട. എല്ലാം കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചൊരു സമയത്ത് ആ ഫൈറ്റ് കഴിഞ്ഞു, അതവിടെ തീർന്ന് ആ മാറ്റർ അവിടെ കഴിഞ്ഞു. അത് ഈ പറയുന്ന പോലെ ഫാമിലി ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു വേരിയേഷൻസ് ആണ്. അത് എല്ലാ ആൾക്കാർക്കും കിട്ടുന്നുണ്ടാവും, ഞങ്ങൾക്കും അത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ചേട്ടന്റെ സിനിമയൊക്കെ എന്തായി? നിങ്ങൾ രണ്ടാളും ദ ബെസ്റ്റ് കപ്പിളോ ഓൺ ഇൻസ്റ്റാഗ്രാം ദാറ്റ് ഐ ഷോ. ചേട്ടന്റെ സിനിമാ സ്വപ്നം നീ ചോദിക്കുന്നത് ഇത് മുഴുവൻ എന്റെ നെഞ്ചത്തേക്കാണല്ലോ ചോദ്യങ്ങൾ വരുന്നത്. ചേട്ടന്റെ സിനിമാ സ്വപ്നങ്ങൾ ഒന്നും പറയിപ്പില്ല. ഈ പറഞ്ഞതുപോലെ ഞാൻ 2-3 കരിയറിലൂടെ ട്രാവൽ ചെയ്തിട്ടാണ് സിനിമയിലേക്ക് ഫൈനലായിട്ട് എത്തിയിട്ടുള്ളത്. സിനിമ ഇനി ഒരിക്കലും ഡ്രോപ്പ് ആവാനോ ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കാനോ പോകില്ല. സിനിമ തീർച്ചയായും ഉണ്ടാവും. പക്ഷെ ഈ പറയുന്ന പോലെ ബാക്ക് സപ്പോർട്ട്സ് ഒന്നും ഇല്ലാത്തൊരു സ്പേസിൽ നിന്ന് വരുമ്പോഴും കണക്ഷൻസ് ഇല്ലാത്തൊരു സ്പേസിൽ നിന്ന് വരുമ്പോഴും നമുക്ക് അതിൻ്റെ സ്ട്രഗിളിംഗ് ഉണ്ടാവും. ഇപ്പോഴും ആ സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോവാണ്. തീർച്ചയായും സിനിമ ഉണ്ടാവും. പിന്നെ ഇഷ്ടമുള്ള കപ്പിൾസ് ആണെന്ന് പറഞ്ഞാൽ താങ്ക് യു. ഹേ ഗൈസ്,
സ്ട്രെസ് ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ എനി ടിപ്സ് പറഞ്ഞു തരാമോ? ആക്ച്വലി എനിക്കറിയാൻ പാടില്ല. ഞാനും അത്യാവശ്യം ടെൻഷൻ അടിക്കുന്ന പാർട്ടിയാണ്. ഞാൻ എന്ത് ഓവർ തിങ്കിന്റെ അങ്ങ് അറ്റമാണ് ഞാൻ. ഒരു ചെറിയൊരു എലിമെന്റ് ഉണ്ടായിട്ട് ഞാൻ ചിന്തിച്ച് 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 ഇങ്ങനെ പോകും. അതിന് എനിക്ക് തന്നെ എന്നെ ഡൈവേർട്ട് ചെയ്യിപ്പിക്കാൻ എനിക്ക് പറ്റാറില്ല. ഞാൻ പിന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ പോയി ഇങ്ങനെ തന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറെല്ലാം ആലോചിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, എന്തിനാ ഇത്ര ആലോചിച്ചത് മതി. നമ്മളെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് തന്നെ ഒരു സാധനം വേണം. അതെനിക്ക് പറയാറില്ല. അപ്പൊ ഞാൻ ഇല്ല, ഇങ്ങനെ അത് വരും വരും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഞാൻ ഈ അമ്മുവിന്റെ പ്രശ്നങ്ങൾ അമ്മ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പോയിന്റിലൂടെ ഞാൻ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു ടൈപ്പിൽ ഈ ഓവർ തിങ്കിങ് കാരണം അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു പോയിന്റിൽ ഞാൻ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ആ എക്സ്പീരിയൻസിൽ ഞാൻ എടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന സ്ട്രെസ്. എനിക്ക് നന്നായിട്ട് ഷോർട്ട് ആൻഡ് പാടാം. അപ്പോൾ പെട്ടെന്ന് ആങ്കർ വരും. അപ്പം സ്ട്രെസ് നന്നായിട്ട് ഷൂട്ടിംഗ് ടൈമിലാണെങ്കിലും ബാക്കിയല്ലാത്ത സമയത്താണെങ്കിലും സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ ഒരു പോയിന്റ് വരെ ഞാൻ ഇപ്പൊ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പഠിക്കും. ചായ ഒക്കെ കൊളുത്ത് മരണത്തണുപ്പിൽ ചായ പച്ചവെള്ളം പോലെയുണ്ട്. നെക്സ്റ്റ്, ചേച്ചി അമ്മയുടെ അടുത്ത് പോകാറില്ലേ? പ്ലീസ് ഡോണ്ട് ലെറ്റ് ഹെർ അലോൺ. അതിനല്ലോ എന്റെ അമ്മേനെ ഞാൻ ഒറ്റക്കിടുവോ? ഒറ്റക്കിടാൻ പറ്റുമോ? നമ്മൾ പോവാത്ത ദിവസവും ഇല്ല. നമ്മളിപ്പം എറണാകുളത്ത് വിളിക്കാത്ത സമയം എല്ലാ ദിവസവും രാത്രി നമ്മള് 2 വീട്ടിലും വീഡിയോ കോൾ ചെയ്തിട്ട് കിടന്നുറങ്ങാറുള്ളൂ. 5 പേരും കണ്ടിട്ട് ഞങ്ങൾ ഉറങ്ങും. അതിൽ അച്ഛൻ്റെത് സൗദിയിലായതുകൊണ്ട് ചില സമയത്ത് വിളിക്കാൻ, ജോലി കഴിഞ്ഞ് വരുന്ന ടൈമിംഗ് ഇഷ്യൂസ് കാരണം ചില സമയത്ത് വിളിക്കാൻ സ്കിപ്പ് ആയി പോകാറുണ്ട്. ബാക്കി അതും ഒരു ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഡിസ്റ്റർബ് ആവും. നിങ്ങൾ അച്ഛനെ വിളിച്ചില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഞങ്ങൾ ഓടി നടന്ന് വിളിക്കുന്നത്. അപ്പൊ ആ വർക്കിന്റെ ഇഷ്യൂസ് കാരണം ഒക്കെ വിളിക്കാം. അച്ഛൻ്റെ ആ ഒരു ടൈം ഡ്യൂറേഷൻ കാരണം അച്ഛനെ മാത്രം വിളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊന്നും വിളിക്കാൻ ഞങ്ങൾ പോകില്ല. ഞങ്ങളിപ്പം 2 അമ്മ 2 അച്ഛൻ 2 അനുജൻ, ഇത് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് തന്നുള്ളൂ. സോറി, 2 അമ്മ 2 അച്ഛൻ 1 അനുജൻ. റൈമിങ്സിൽ അങ്ങനെ പറ്റിപ്പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തുള്ളൂ. പിന്നെ നമ്മൾ നാട്ടിൽ വരുന്ന ദിവസം നമ്മളിപ്പോ ചിലപ്പം 4 ദിവസത്തേക്കെല്ലാം നാട്ടിൽ വരിക, 2 ദിവസത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഒരു ദിവസമായിട്ട് എൻ്റെ അടുത്തും ഒരു ദിവസം എൻ്റെ അടുത്തുമാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നത് ബാലൻസ് ചെയ്യും. കാരണം 2 പേരും നൊന്ത് പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയത്. ഒരാൾ മുട്ടയിട്ടിട്ട് ഒരാൾക്ക് ഭാഗ്യത്തിന് നിലന്ന് വീണിട്ടൊന്നല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. കാണിച്ച സ്നേഹത്തിന് നന്ദി. പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ അച്ഛനമ്മേനെ ഞങ്ങളെ തനിച്ചാക്കൂല. ബിഫോർ മാരേജ് ഓർ ആഫ്റ്റർ മാരേജ്, ഡു യു ലൈക്ക് ദ മോസ്റ്റ്? എന്താ ഇഷ്ടമുള്ളൂ? എനിക്ക് 2 ഇഷ്ടമാണ്. ബിക്കോസ് 2 ജേണറാണ്. കാരണം അറിയാലോ, കല്യാണത്തിന് മുന്നേ നമ്മളിങ്ങനെയായിരിക്കും, നമ്മൾ ഫ്രീ ആയിരിക്കും, നമുക്ക് സംസാരിക്കാനും വേറെ ആരടുത്തും അനുവാദം ചോദിക്കുക, അങ്ങനത്തെ പരിപാടി, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല, ഒരു ബാരിയറും ഉണ്ടാവില്ല. കാരണം എൻ്റെ വീട്ടിൽ വന്നാൽ അച്ഛനമ്മയും ഭയങ്കര ചില്ലായവിടെ എനിക്ക് പൊക്കോ ആ കൂടാവും. കല്യാണം കഴിഞ്ഞിട്ടാകുമ്പം വിടൂലെന്നല്ല, നമ്മൾ ചിന്തിക്കും അവർക്ക് ഇഷ്ടപ്പെടുമോ, അവരോട് ചോദിക്കണ്ടേ, കുറച്ചുകൂടി ചിന്തകൾ കൂടുതലായിരിക്കും. അവരുടെ ചോദിച്ചാൽ ഓഫ്കോഴ്സ് അവർ വിടും, അന്ന് ഈ പൊക്കോ എന്നേ പറയുള്ളൂ. പക്ഷെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഏട്ടന് ഇഷ്ടാവോ, ഏട്ടൻ അമ്മക്ക് ഇഷ്ടാവോ, അച്ഛന് ഇഷ്ടാവോ, പറഞ്ഞു വിചാരിക്കുവോ, അങ്ങനെ പോകാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചിട്ട് കുറച്ച് ടഫാണ് ആ ഒരു സംഭവം. പിന്നെ ഓൾസോ ഈ പുറത്തേക്ക് പോകുന്ന ഇങ്ങനെ പെർമിഷൻസിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ്സ് കൂടി. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ട് കഴിഞ്ഞാൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവളുടെ കേസിൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവൾക്ക് പോവാം വരാം, ഡ്രസ്സ് അലക്കാണ്ട് അമ്മയോട് പറഞ്ഞ് അമ്മ സപ്പോർട്ട് ചെയ്യും. ഇതിപ്പോ 2 വീടുണ്ട്, 2 പേരും കുറച്ചൊരു ഏജ്ഡ് ആകുന്ന സമയത്ത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അമ്മ ജോലിക്ക് പോകുന്നതാണ്. രാവിലെ അമ്മ ജോലിക്ക് പോകും, ബാങ്കിൽ ജോലി സെക്രട്ടറിയാണ്. അപ്പൊ അമ്മ പോകുന്ന സമയത്ത് ഇവള് ആ ടൈമിലേക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസ് കൂടിയ സമയത്ത് കുറച്ചുകൂടി ടൈറ്റ്. ഇനി ബിഫോർ മാരേജ് ആഫ്റ്റർ മാരേജ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒരു ആൺകുട്ടിക്കും അവളുടെ സൈഡുള്ള പറഞ്ഞു, ആൺകുട്ടിക്ക് പെൺകുട്ടീനെ പോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ആഫ്റ്റർ മാരേജ് കുറെ കമ്മിറ്റ്മെന്റ്സ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തേയില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കൂട്ടുകാരടുത്തൊക്കെ പറയുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ഈ വന്ന ട്രിപ്പിന് മുന്നത്തെ ഒരു ട്രിപ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെയും അവൾ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെയും അവിടെ ഞങ്ങൾക്ക് ഈ പറയുന്ന ഞങ്ങൾ പ്ലാൻ ചെയ്യുക, ആ ഡേറ്റ് പ്ലാൻ ചെയ്യുക. അപ്പോൾ 2 ആളും ഒറ്റപ്പെടില്ല, 2 ആൾക്ക് ഒന്നിച്ച് പോകാന്നുള്ള രീതി ഞങ്ങൾ പ്ലാൻ ചെയ്യും, ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. ഫ്രണ്ട്സിന്റെ കൂടെ ഞങ്ങൾ ഔട്ട് ചെയ്യുന്നത് എന്താണോ ബാച്ചുലർ ലൈഫ്, അതിന്റെ കൂടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഒരു കമ്പാരിയനെ കൂടെ കിട്ടിയൊരു ഫീൽ ഇപ്പം നിലനിൽക്കുന്നത്.
അപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് ഞാൻ പറയും. കാരണം ആഫ്റ്റർ മാരേജിന് കുറച്ചുകൂടി ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ പറയുന്ന കമ്മിറ്റ്മെന്റും കഷ്ടപ്പാട് കൂടുതലുണ്ടെങ്കിലും ഞാൻ നമ്മൾ അങ്ങനെ തിരക്ക് നോക്കണ്ട്. താങ്ക് യു. അടുത്ത ചോദ്യം പോയി അതുണ്ടോ? ഉം. നിങ്ങളുടെ ഫാമിലി അടിപൊളിയാണ്, ബാക്കിയുള്ള യൂട്യൂബേഴ്സ് പോലെ ഫേക്ക് ആണോ നിങ്ങളുടെ ഫാമിലി? ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ഒന്നും ഫേക്ക് ആണെന്ന് എല്ലാവരും ഫേക്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ സംസാരിച്ച പോലെ ഞങ്ങളുടെ പോസിറ്റീവ് സൈഡ്സ് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളത് കാണുന്നേ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് ആ അടിപൊളി ക്യാമറ ഓൺ ആയി എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ ആ ടെൻഷൻ്റെ അകത്ത് ഉണ്ടാവുക, ഞങ്ങളൊന്നും വെച്ചിട്ട് പോകാനുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിക്കും, ബാക്കിയും ഡയലോഗ് ഉണ്ടാവും. അപ്പം എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാ ആൾക്കാർക്കും പ്രശ്നങ്ങളുണ്ട്. ആരും ഫേക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഒട്ടും ഫേക്കല്ല. നാളെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അത് ഞങ്ങൾ കാണിക്കാത്തോണ്ടാ എന്ന് കരുതി ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഫേക്ക് അല്ല. ഞങ്ങൾ ഹാപ്പിയായ മൊമെന്റ്സ് മാത്രമേ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളൂ. സത്യം, ഇത്രേ ഉള്ളൂ. ഈ ചാനൽ ഷോർട്ട് ഫിലിംസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു 100%. ഷോർട്ട് ഫിലിംസ് പ്രതീക്ഷിക്കുക, വെബ് സീരീസ് പ്രതീക്ഷിക്കുക. ഞങ്ങളുടെ വേറൊരു സ്റ്റാർട്ടപ്പ് ഇപ്പോൾ ഓണാവാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാം. ഈ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. തീർച്ചയായും ഇതിൻ്റെ നമുക്കൊരു റെസ്പോൺസിൻ്റെ അനുസരിച്ചായിരിക്കണം ഇതിൻ്റെ ഫ്യൂച്ചർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായും പല പ്രൊജക്ട്സും പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെയും അല്ലാതെ ഞങ്ങളുടെ നിന്ന് പ്രതീക്ഷിക്കാം. Best thing you guys enjoying in your married period? Companionship. നമ്മളുടെ എല്ലാ ആൾക്കാരും ഒരു പോയിന്റിൽ സെൽഫിഷ് ആവുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അത് മോശമായ കാര്യമല്ല, നല്ല കാര്യമാണ്, എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ അച്ഛനമ്മ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് ഒരു പോയിന്റിൽ അവരുടെ കുറച്ച് കാര്യങ്ങൾ നോക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാവും. ഇവിടെ ഞാൻ ഫീൽ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എവിടെ ജോലി, ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്ക് എന്താ കഴിക്കണ്ടേ, എനിക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച ഒരാൾ നമ്മുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കല്യാണം തന്നെ കഴിക്കണം എന്ന് ഞാൻ പറയും. അതൊരിക്കലും ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു ഡേറ്റിങ്ങിലൊന്നും അതൊന്നും വർക്കാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ടൈം പീരീഡ് മാത്രമേ അത് കിട്ടുള്ളൂ. ലൈഫ് ലോങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാപ്പി ഫാമിലി വേണം, ഹാപ്പി മാരേജ് ലൈഫ് വേണം. അതെനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പ്ലസ് എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പൊ അവളുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ലാസ്റ്റ് ഒരു ഫിലിമിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് കൊല്ലത്തേക്ക് പോയ സമയത്ത് അവൾക്ക് 4 ദിവസത്തെ ഷൂട്ട് ഉണ്ടായി. എൻ്റെ എല്ലാ പരിപാടിയും മാറ്റി വെച്ച് ഞാൻ അവിടെ പോയിരുന്നു. ഷൂട്ടിന്റെ സെറ്റിൽ തന്നെ ഞാൻ അവിടെ പോയിരുന്നു. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള ഒരു സൂപ്പർ സെറ്റായിരുന്നു. അത് ഞാൻ ഒരിക്കലും സ്ട്രഗ്ലിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അമ്മുവിന്റെ വർക്ക് എന്താ, അമ്മുവിന്റെ വർക്കിന് എന്താ വേണ്ടത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അറ്റ് എ ടൈം എൻ്റെ കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു കമ്പാനിയൻഷിപ്പ് കിട്ടുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. താങ്കൾക്കോ മാരേജ് ലൈഫിൽ ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും? ഒരാൾക്ക് ഒരാളുണ്ട് എന്നുള്ള ഞാൻ ഒറ്റ മോളായതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ടായിട്ടില്ല. ഒരു വിഷമം വരുന്ന സമയത്ത് ഓക്കെ ഞാനോട് പറഞ്ഞ സമാധാനിക്കാൻ പറ്റും എന്നുള്ളതിൽ എനിക്ക് അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാ രീതിയിലും അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും പറയാൻ പറ്റാത്ത അത്രയും നമുക്ക് ഉണ്ടാവുമല്ലോ. കാരണം അവരെയും കൂടെ നമ്മൾ വിഷമിപ്പിക്കും എന്നുള്ളതിന് മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ സാധനങ്ങളൊക്കെ ഇപ്പം എനിക്കായിട്ടുള്ള പറയാൻ പറ്റുന്നുണ്ട്. അത് മ്യൂച്വലി ആണ്. അപ്പൊ അവളെ എന്ത് മെച്ചറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കരിയർ വൈസ് ആണെങ്കിലും പേഴ്സണൽ വൈസ് ആണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വന്ന് സംസാരിക്കാൻ, ജഡ്ജ് ചെയ്യാതെ കേട്ടിരിക്കാൻ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ അമ്മീസ് വിളിക്കണ്ട. അമ്മീസിനെ വിളിക്കേണ്ട സമയം ഞാൻ വിളിക്കാം. എല്ലാം എടുക്കാം. എണീറ്റ് ഞാൻ നമ്മളൊരു വീഡിയോ എടുത്തോണ്ടിരിക്കാം. നമ്മെ ഏതായിട്ട് അങ്ങോട്ട് വിളിക്കട്ടെ. ശരിയാണ്. ബൈ ബൈ. കട്ട് ചെയ്തു. എന്നോട് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ലേ? അമ്മ, അച്ഛൻ, അനിയൻ, ഫ്രണ്ട്സ് ഇങ്ങനെയുള്ളവർ വിളിക്കുമ്പോൾ എന്ത് തിരക്കിലാണെങ്കിൽ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വന്ന കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ്. ബാക്കി വന്ന ചോദ്യങ്ങളൊക്കെ സുഖമാണ്. പിന്നെ ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ വീഡിയോസ് ചെയ്യോ, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ വീഡിയോസ് ചെയ്യോ, യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ്, അങ്ങനത്തെ എന്റെ പേഴ്സണൽ കുറച്ച് സാധനങ്ങൾ. പിന്നെ അല്ലാണ്ട് നമ്മൾ ഹോം ടൂർ, അങ്ങനെ കുറെ സാധനങ്ങളാണ്. അതൊക്കെ നമ്മള് നല്ല നല്ല കണ്ടന്റ്സ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് ആൾക്കാർ. ഞങ്ങൾ ആക്ച്വലി ഇതില് കണ്ടന്റ് ക്രിയേഷൻസ് നോക്കുന്നില്ല. ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ഈ ബ്ലോഗിംഗ് പരിപാടിൻ്റെ അത് ഞങ്ങൾ സ്വന്തമായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ എന്താണോ അതേപോലെ ഞങ്ങൾ കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി അറിയാൻ ആഗ്രഹമുള്ള, ഞങ്ങളുടെ നിന്ന് കിട്ടാൻ ആഗ്രഹമുള്ള, കേൾക്കാൻ ആഗ്രഹമുള്ള കമന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇതാണ് നമ്മുടെ പേഴ്സണൽ ചാനൽ.
ഇതാണ് നമ്മുടെ മെയിൻ ചാനൽ. ഓക്കെ, യൂട്യൂബ് പേഴ്സണൽ ചാനലാണ്. അപ്പോൾ ഇതിൽ ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ വരും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പോയി ഭക്ഷണം കഴിക്കണം, തണുപ്പാണെങ്കിൽ മാറുന്നില്ല. ഓക്കെ, ഓക്കെ ഗൈസ്, നമുക്ക് ഈ വ്ളോഗ് ഇവിടെ തീർക്കാം. അടുത്ത ഊട്ടിയിൽ വന്ന വ്ളോഗും കാര്യങ്ങളും, നമ്മൾ അവിടുന്ന് എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് വന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ വരും. ഗുരുവായൂർ പോയതുണ്ട്, അതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരാളുടെ ആഗ്രഹമായിരുന്നു. അതുണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞങ്ങളുടെ എന്തെങ്കിലും ഒരു ഹാപ്പി മൊമെന്റ്സ് കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ 100% എത്തിക്കാൻ ശ്രമിക്കാം. ഒരു 100%, ഒരു 10-25% വരെ എത്തിക്കാം. ബാക്കിയുള്ള സമയത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. അപ്പൊ ഇത് എടുക്കാനും റെക്കോർഡ് ചെയ്യാനൊക്കെ മറന്നു പോകും ഫുഡ് കഴിയുമ്പോൾ. ഓക്കെ, ബൈ.